ഗഹനായിട്ട് പറയാൻ എനിക്കറിയില്ല. അത് ഹെഡ് ഓഫ് ദ ഫാമിലി അവിടെ സംസാരിക്കണ ഗഹനം. ഞാനത് ജീവിതത്തിൽ പ്രായോഗികമായിട്ട് കൊണ്ടുനടക്കണ ഒരു വ്യക്തിയായി. എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓടായതുകൊണ്ട് വെള്ളം ലീക്കേജ്. എനിക്ക് ഇതിനെപ്പറ്റി പറയാനൊന്നും അറിയില്ല. ഞാൻ കണ്ടുപിടിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ മേനി മിനിങ്ങി സംഗതികൾ ഫോൾട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കൊടുക്കും. വളരെ ഗുണകരമായിട്ടാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന്. ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ മുകളിൽ കയറിയ ആദ്യം ചെയ്യണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട്, അതും കൂടെ പറയട്ടെ. അതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ അവിടെ ചെന്നപ്പോ 5 കിലോയുടെ ഒരു കിറ്റായിട്ട് അവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിച്ചോണ്ട് വന്നു. അതുപോലെ മഴ പെയ്യുവാണെങ്കിൽ ഭയങ്കര ഇഴുകല. സ്കൂട്ടർ സ്ലിപ്പ് ചെയ്ത് വീണു. എനിക്കത് കേട്ടപ്പോ തന്നെ വിഷമായി. ഉള്ളൊരു എമർജൻസി ലാമ്പ് എമർജൻസി ആയിട്ട് മേടിപ്പിച്ചായിരുന്നു. ആ കൊടുങ്കാറ്റ് വന്ന് എന്നാ ചേച്ചിന്ന് വേണമെങ്കിൽ ചേട്ടാന്ന് വിളിച്ചു ചോദിക്കും. അവിടെ നിന്ന് ടോർച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെട്ടം കാണുമ്പോ അപ്പൊ ഞാൻ ഈ മറ്റവനെ നമ്മുടെ സോളാറേ മറ്റോ നമ്മൾ വെച്ചേക്കണവനെ നീ ഇങ്ങനെ ചാർജ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കണമെന്ന് എന്നോട് പറയും. വളരെ ശ്രദ്ധിച്ച് നടന്നാ, പക്ഷെ സ്ലിപ്പ് ചെയ്ത് വീണ് കയ്യിൽ ഫ്രാക്ചറായിട്ടിരിക്കും. അപ്പം എത്ര ഗ്രിപ്പ് ഉണ്ടെങ്കിലും ചില സമയത്ത് സംഭവിച്ചിരിക്കും. നടുവിന് ഇങ്ങനെ ചതവ് പറ്റി. പിന്നെ ഇപ്പൊ ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, ആ വെള്ളം വലിച്ചു വെച്ചാൽ ചായ്പ് വരെയായിട്ട് എറിയും. എൻ്റെ പരിപാടി അതാ, എളുപ്പമാർഗം. കമ്പിയും കൊണ്ട് ഞാൻ ചുറ്റുക വെച്ച് ഇടിച്ച് പൊട്ടാതെ അതിൽ ഹോളുണ്ടാക്കി. അത് ആർക്കാന്ന് ഇപ്പൊ ഞാൻ അതിൽ പറയണില്ല, കൊടുത്തേച്ച് പറയേണ്ട കാര്യമില്ല. ഇവള് ചെയ്യണ ഒരു മാർഗം ഞാൻ കണ്ടുപിടിച്ചു. ഇവക്കടെ കയ്യിൽ നിന്ന് ഇപ്പൊ ഞാനും അത് പഠിച്ചു. എനിക്ക് മുടി ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമുണ്ട്. എൻ്റെ മുടി എത്ര ഒരു തുള്ളി വെള്ളത്തിൽ സ്ലിപ്പ് ചെയ്തതാ. എന്നിട്ട് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു, നേരിയ ഫ്രാക്ചർ വന്ന. ഞാൻ ചോദ്യം ചോദിക്കാൻ അമ്മ കാത്തിരിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന് ചില സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കണേ. ചില ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഗഹനായിട്ട് പറയാൻ എനിക്കറിയില്ല. അത് ഹെഡ് ഓഫ് ദ ഫാമിലി അവിടെ സംസാരിക്കണ ഗഹനം. വരവ് ചെലവ് കണക്കുകൾ, ഫാമിലിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത് ജീവിതാനുഭവങ്ങളുണ്ടല്ലോ. എത്ര വർഷത്തെ പരിചയമാണ്. ജോലി കിട്ടിയപ്പോൾ അതിൽ കാര്യങ്ങൾ നോക്കണ ആളായതുകൊണ്ട് ആ പരിചയങ്ങളൊക്കെ എനിക്കില്ല. അപ്പയ്ക്കാണ് അത് പറയാൻ അറിയാവുള്ളൂ. എനിക്ക് അതിനെപ്പറ്റി പറയാനൊന്നും അറിയില്ല. ഞാൻ കണ്ടുപിടിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നോട് അടുക്കള കാര്യങ്ങളും ഇങ്ങനെ ഇവിടെയുള്ള പ്രമിസസിലുള്ള കാര്യങ്ങളും ചോദിച്ചാൽ ഞാൻ അതിനെന്തെങ്കിലും. പിന്നെ അത് മാത്രമല്ല പറയാം, മനുഷ്യബന്ധങ്ങളെ പറ്റി അമ്മ അതൊക്കെ എനിക്കറിയാം. അതെനിക്ക് നന്നായിട്ട് അറിയാം. അനുഭവങ്ങളിലൂടെ പഠിച്ചതാണ്. ഞാനത് ജീവിതത്തിൽ പ്രായോഗികമായിട്ട് കൊണ്ടുനടക്കണ ഒരു വ്യക്തി. എന്നെ അറിയാവുന്ന എല്ലാ വ്യക്തികൾക്കും അതറിയാം. ഞാനതിൽ ഒരു അധികപ്പറ്റും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലേഡിയാ. അത് എന്റെ ബന്ധുമിത്രാദികളല്ല, എന്റെ പരിസരവാസികൾ, എന്നോട് ഇടപഴകണ എല്ലാവർക്കും അതറിയാൻ പറ്റും. അപ്പൊ ടോപ്പിക്ക് പോട്ടെ. അപ്പൊ ഇന്ന് അതൊന്നുമല്ല നമ്മള് പറയാൻ വരുന്നത്. ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ. എപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ വ്യത്യസ്തതകൾ വേണം, എന്നാൽ റിലേറ്റബിളും ആയിരിക്കണം. എങ്കിലാണ് നമുക്കത് കേൾക്കുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും, അല്ലെങ്കിൽ നമുക്കത് കേൾക്കുമ്പോൾ ബോറടിക്കും. എപ്പോഴും ഒരേ കാര്യം തന്നെ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പൊ മഴക്കാലമൊക്കെ നല്ല രീതിയിൽ ആരംഭിച്ചു. ഏകദേശം പകുതിയോളായി റെയിനി സീസൺ അല്ലേ. അപ്പൊ ഈ മഴക്കാലത്തിനോടനുബന്ധിച്ച് അമ്മ ഇവിടെ വീട്ടില് ചില ചെക്കപ്പൊക്കെ ചെയ്യും. നമ്മുടെ ആരോഗ്യം ചെക്കപ്പ് ചെയ്യണ പോലെ വീട്ടില് ചില ചെക്കപ്പൊക്കെ അമ്മ വീടിന്റെ ചെയ്യാറുണ്ട്. അതെ അതെ. അപ്പൊ അതെന്തൊക്കെയാ? വീട് മാത്രമല്ല, മൊത്തത്തില് മഴക്കാലം വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മഴക്കാലത്തിന് മുന്നോടിയും ചെയ്യും, മഴക്കാലം തുടങ്ങിയതിന് ശേഷവും ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ടേക്ക് കെയർ ചെയ്യാറുണ്ട്. അതെന്തൊക്കെയാന്നൊന്ന് പറയാമോ? അത് പറയാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68 വർഷത്തോളം 67 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വീടിന് കുറച്ച് പുട്ടിയിട്ട് മോഡിഫിക്കേഷൻ നടത്തിയിട്ടേ ഉള്ളൂ. പണ്ടല്ല, ഈ ഇടയ്ക്കായിട്ട്. നേരത്തെ അപ്പച്ചനായിട്ട് പണിത് അത്രയും വർഷം പഴക്കമുള്ള പഴയ ഒരു വീടാണ്. അപ്പം പഴയ വീടാകുമ്പോൾ പഴയ വീട് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അതിൻ്റെതായ ഒരുപാട് കുറവുകൾ അതിലുണ്ടാവും. അപ്പം നമുക്ക് ഈ ഓടുമേഞ്ഞ വീടാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ, ഇതിനോടകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ മച്ചുമോളിൽ കയറും. മച്ചുമോളിൽ കയറി വെച്ച് മൊത്തം ഈ മച്ചുമോളെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു 2 മാസത്തിലൊരിക്കൽ കയറി ഒന്ന് അടിക്കും കേട്ടോ. എന്നാന്ന് വെച്ചാൽ എപ്പോഴും മാറാമ്പലൊക്കെ കയറണമുണ്ട്. അപ്പൊ ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ മുകളിൽ കയറിയ ആദ്യം ചെയ്യണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിന് അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ ഹൈറ്റ് ശരിയാവൂല. എനിക്കും പ്രശ്നമുണ്ട് ഹൈറ്റ്. എന്നാലും ഞാൻ കുനിഞ്ഞൊക്കെ കയറി നോക്കുമ്പോൾ എന്തിനാ അങ്ങനെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓടിന് എന്തെങ്കിലും വിള്ളലുകളോ, ഈ വേനൽക്കാലത്ത് ഓട് അകന്നൊക്കെ വരുന്നേ. മഴ പെയ്യുമ്പോ അപ്പൊ ആ വിള്ളലുകൾ പോലെ, പൊട്ടലല്ല, ഈ ഓട് അകന്നകന്നിരിക്കും വേനൽ വരുമ്പോ ഓട്. അപ്പൊ അകന്നിരിക്കുന്നതൊക്കെ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ മഴ പെയ്യുമ്പോ ആ ചാനലിൽ കൂടെ വെള്ളം മച്ചയിലേക്ക് വീഴും. അപ്പൊ അത് എന്നോട് ഇവിടെ വന്ന് പറഞ്ഞു തന്നേക്കണ വിവരം. അപ്പൊ ഞാൻ കയറി നോക്കുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ അകന്നൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ ഹസ്ബൻഡ് കയറി കുനിഞ്ഞാണെങ്കിലും വളരെ ഭാരപ്പെട്ട് അതിനകത്ത് കയറി
അവിടെ നിന്നുകൊണ്ട് അതെല്ലാം ഓട് വേണ്ട രീതിയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചാൽ മതി. അത് വെക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ ശരിയാക്കി വെക്കും. പിന്നെ ആ കൂടെ തന്നെ ഈ സമീപത്ത് ഞാൻ പറഞ്ഞില്ലേ മരങ്ങൾ നിൽക്കണോണ്ട് ചിലപ്പോൾ ഈ കാറ്റൊക്കെ വരുമ്പോൾ കൊമ്പുകളും ഇതുമൊക്കെ വീഴാൻ സാധ്യതയുണ്ടെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേനൽക്കാലത്തെയും കൊമ്പെടുത്ത് നമ്മൾ മാറ്റും. പിന്നെ ഒന്നും ശ്രദ്ധിക്കൂല. ടെറസ് മുകളിൽ കയറിയ കൊമ്പെടുത്ത് മാറ്റാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ ടെറസ് മുകളിൽ നിന്ന് അത് മാറ്റി വലിച്ചു കളയും. അപ്പം അങ്ങനെ ഓടിന് എന്തെങ്കിലും പൊട്ടലുണ്ടോ എന്ന് ടെറസ് മുകളിൽ നിന്നാലും അറിയാൻ പറ്റും. ഉള്ളിലെ ഭാഗത്താണെങ്കിൽ ചിലപ്പോൾ മച്ചുമോളിൽ കയറിയെന്നാലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സംഗതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ കയറി ആദ്യം അകത്തുള്ളതൊന്ന് പരിശോധിക്കും. പുറത്തുള്ളത് ഹസ്ബൻഡ് കയറി ടെറസ് മുകളിൽ കൂടെ നോക്കി, അതവിടെ ഹൈറ്റ് ഉണ്ടല്ലോ, കയറി നോക്കി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു വെക്കും. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓടായതുകൊണ്ട് വെള്ളം ലീക്കേജ്. പിന്നെ നമ്മൾ ഈ ഓട് മേഞ്ഞ ഭാഗത്ത് വർഷങ്ങൾ മുമ്പ് ഓടിന്റെ ആ ഭാഗം വാർക്കയായിട്ട് ജോയിൻ ചെയ്യണിടത്ത് ഈ പാത്തികൾ വെച്ചിട്ടുണ്ട്. ഓടും വാർക്ക എങ്ങനെ ചേരണയിടത്ത് ഓടിന്റെ ആ പാത്തിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് സൈഡിൽ ഒരു വശത്ത് വലിയ ഒരു, എനിക്ക് ആ പൈപ്പിന്റെ സൈസ് പറയാനറിയില്ല, പൈപ്പായിട്ടാണ് കണക്ട് ചെയ്തേക്കണം. അതിൽ കൂടെ വെള്ളം ഒഴുകണേ. അപ്പം ആ പാത്തിയിൽ ഈ മരങ്ങളുള്ളതുകൊണ്ട് കരികില വീഴും. ആ കരികിലയെല്ലാം അതൊന്നും ഞാൻ ക്ലീൻ ചെയ്യാറില്ല കേട്ടോ. അതൊക്കെ ഇവിടെ തന്നെയാണ് ക്ലീൻ ചെയ്യണം. ഹസ്ബൻഡ് തന്നെയാണ് അതൊക്കെ ക്ലീൻ ചെയ്ത് ശരിയാക്കി വെള്ളം ശരിക്ക് ഫ്ലോയിൽ ഒഴുകാൻ പാകത്തിന് പാത്തി റെഡിയാക്കിയിടും. അപ്പം ഞാൻ പറയുന്നേ കരികില വീണിട്ടുണ്ട് കേട്ടോ, മഴക്കാലം അടുക്കാറായി. ഞാൻ ഈ ടെറസ് മുകളിൽ എപ്പോഴും കയറണ ഈ തുണി എടുക്കാനും മേച്ചിലിട്ടേക്കണോണ്ട് തുണി ഇടാൻ സൗകര്യം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ. പിന്നെ അതുകൂടാതെ ഹസ്ബൻഡ് ഒരു കാര്യം ചെയ്യും, ഈ ഷീറ്റ് മേഞ്ഞേക്കണ ഭാഗം, അതും 10-25 വർഷമായതാണ് ഷീറ്റ് ഇട്ടേക്കണം. ആ ഷീറ്റ് ഇട്ടേക്കണ ഭാഗത്ത് ഇതുപോലെ പാത്തിയുണ്ട്. ആ പാത്തിയിൽ എനിക്ക് നോക്കാൻ പറ്റില്ല, ഹൈറ്റാ. അപ്പൊ അത് ഈ ലാഡർ വെച്ച് നോക്കി ഈ പുളി സൈഡിൽ നിൽക്കണതുകൊണ്ട് ബാക്ക് സൈഡിലാ മേച്ചിലിട്ടേക്കണം. ആ പുളിയുടെ ഒക്കെ ഇങ്ങനെ ഇലകളൊക്കെ വീണ് അടഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം അടങ്ങിയിരിക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ മാറ്റി ആ പാത്തിയിൽ നിന്ന് താഴത്തേക്ക് വെള്ളം പോകാനായിട്ട് ഹോസ് ഇട്ടിട്ടുണ്ട്. ആ ഹോസിന്റെ അകമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തേക്കാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് നോക്കും അതിൽ കൂടെ പോരോന്ന്. അപ്പം അങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി ഞാനല്ല ചെയ്യണ ഹസ്ബൻഡ് അതൊക്കെ നോക്കി റെഡിയാക്കിയിടും. അപ്പം ഞാനിങ്ങനെ മിനിങ്ങി സംഗതികൾ ഫോൾട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കൊടുക്കും. അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ കറക്റ്റാക്കി വെക്കും. പിന്നെ നമ്മുടെ 1-2 ഭാഗത്ത് നമുക്ക് മേച്ചിലിടാൻ പാടില്ലാത്ത രീതിയിലുള്ള വാർക്ക ഭാഗമുണ്ട്. അതായത് സ്റ്റെയർ കേസ് കയറി ചെന്ന വർക്ക് ഏരിയയുടെ മുകളിൽ മേച്ചിലിടാൻ പറ്റൂല. നമുക്ക് മുകളിലേക്ക് കയറി പോണ ഏരിയ അത്. അപ്പം അത് നമ്മൾ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് രണ്ടാമത് കഴിഞ്ഞ വർഷം നമ്മൾ ഫുൾ, നിങ്ങൾ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ, വർക്ക് ഏരിയ ഫുൾ മാറ്റി വെച്ച് രണ്ടാമത് കോൺക്രീറ്റ് ഇട്ടതാണ്. അപ്പം അതിൻ്റെ മേച്ചിലിൽ ഈ പ്രാവശ്യം, അതും നിങ്ങൾ വീഡിയോയിൽ കണ്ടു, ബിർളാവപ്പസ അടിച്ച് ലീക്കേജ് എങ്ങാൻ ആ ജോയിൻറ്റിൻ്റെ അവിടെ വന്നെങ്കിലോ എന്നോർത്ത് ഫുൾ ഏരിയ ഇത് അടുപ്പിച്ചായിരുന്ന 3 കോട്ട 3 കോട്ട അടിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അടുപ്പിച്ചായിരുന്ന. അത് അടുപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചിമ്മിണിയുടെ ഭാഗത്ത് കുറച്ച് ഭാഗം മേച്ചിലിടാൻ പറ്റില്ല. കാരണം വാട്ടർ ടാങ്ക് ഹൈറ്റിൽ ചിമ്മിണിയുടെ മുകളിൽ ഇരിക്കണോണ്ട്. അപ്പം അവിടെ തുറസായി കിടക്കണേ. ആ ഭാഗം പഴയ ഏരിയയാണ്. ആ ഭാഗവും ബിർള ഓപ്പസ് അടിച്ച് അവിടെയൊക്കെ എന്തെങ്കിലും ക്രാക്കുകൾ വന്ന് ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സംഗതികളൊക്കെ വേനൽക്കാലത്ത് തന്നെ ചെയ്തു വെക്കും. കാരണം ഇപ്പൊ ഗുണം ഉണ്ടായോ? അല്ല പറയട്ടെ, അത് വേനൽക്കാലത്ത് തന്നെ ചെയ്യണം. ഇവള് പറഞ്ഞു ബിർള ഓപ്പസ് അടിച്ചാൽ മതി. സാധാരണ വൈറ്റ് സിമെന്റ് അല്ലേ ചിമ്മിണിയുടെ അവിടെ അടിക്കാറ്. ചിമ്മിണിയുടെ അവിടെ സാധാരണ അടിക്കാറുണ്ട് എല്ലാ വർഷവും വൈറ്റ് സിമെന്റ്. ഇത്തവണ ഇവള് പറഞ്ഞു കോസ്റ്റ്ലി ആണെങ്കിലും ബിർള ഓപ്പസ് നമുക്ക് അടിക്കാം, 3 ടൈം അടിക്കണമെന്നാണ് പറഞ്ഞതെന്ന്. അത് അടിച്ചത് കൊണ്ട് ഒരു തുള്ളി പോലും പനിച്ചു വന്നിട്ടില്ല വെള്ളം. അത് വളരെ ഗുണകരമായിട്ടാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന്. ഒരിക്കലും അല്ല, പൈസ കൊടുത്ത് മേടിച്ച് അതിന്റെ ബില്ല് വരെയെന്ന് കാണിച്ചിട്ടുണ്ട് വീഡിയോയിലുണ്ട് പെയിന്റിന്റെ. പിന്നെ പറയട്ടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞ ഒരു കാര്യം, ഏതായാലും നമ്മളിത് കണ്ടിന്യൂസ് എല്ലാ വർഷവും ചെയ്യാനാണ് മേച്ചിലില്ലാത്ത ഏരിയയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങള് മഴയ്ക്ക് മുമ്പ് നമ്മള്, പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട്, അതും കൂടെ പറയട്ടെ. അതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതായത് നമ്മുടെ കണ്ടിന്യൂസ് മഴ പെയ്ത് കഴിയുമ്പോ ടൈലിട്ട മിറ്റ, സാധാരണ സിമെന്റിന്റെ ടൈല്, ആ മിറ്റത്ത് ഫ്രണ്ടില് ബാക്കിലും മണ്ണ് മിറ്റാട്ടോ, അത് കണ്ടിട്ടുണ്ടല്ലോ. അവിടെ കണ്ടിന്യൂസ് മഴ പെയ്യുവാണെങ്കിൽ കംപ്ലീറ്റ് സ്ലിപ്പറിയാ. പക്ഷെ ഒരു വെയിൽ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് ഉണങ്ങുകയും ചെയ്യും. അപ്പൊ ടൈലിന്റെ പുറത്ത് ഈ വെയിലടിക്കുന്നതിന്റെ ഭാഗത്ത് വലിയ കുഴപ്പമില്ല, നടക്കാൻ പ്രശ്നമില്ല. പക്ഷെ ടൈല് കഴിഞ്ഞിട്ട് വണ്ടി ഇറങ്ങാനായിട്ട് നമ്മൾ സ്ലോപ്പ് ഇട്ടിട്ടില്ലേ, കഴിഞ്ഞ വർഷം സ്ലോപ്പ് ഇടിച്ചായിരുന്നു, പഴയ സ്ലോപ്പ് പോയി. ആ സ്ലോപ്പ് ഇട്ടെടുത്ത് മിനിക്ക് സിമെന്റ് ഇട്ട് വെച്ച്, അതുപോലെ ഗേറ്റിൻ്റെ അവിടെയും സ്ലോപ്പ് ഇട്ടേച്ച് അവിടെ മിനിക്ക് സിമെന്റ് നല്ല നൈസായിട്ട് ചാന്ത് തേച്ച് വെച്ചത് കൊണ്ട് ഭയങ്കര സ്ലിപ്പറിയാണ്. വെള്ളം കുത്തനെ സ്ലോപ്പായതുകൊണ്ട് ഒഴുകിപ്പോവും. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്ലിപ്പറിയാണ്, നടക്കാൻ പോലും പ്രശ്നമാണെന്നാൾ ഞാൻ പറഞ്ഞില്ല. അപ്പം നമ്മള്
കുമ്മായം മേടിച്ച് ക്ലീൻ ചെയ്തത് അടിച്ച് ശരിയാക്കാറുണ്ട്, പാത്രം കഴുകണ തൊട്ടില്ല. പക്ഷെ ഇത്തവണ എന്നാന്ന് വെച്ചാൽ നമ്മൾ മേടിക്കുന്ന ഒരു കടകളിലൊന്നും കുമ്മായം ഇല്ല. എന്നിട്ട് അതിനു വേണ്ടി ഇവിടെ ഹസ്ബൻഡ് ആമ്പല്ലൂർ മേഖല എല്ലാം പോയി, അവിടെ നഴ്സറികളിൽ പോലും ഇല്ല. അപ്പം ആമ്പല്ലൂർ ചെന്നപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, ചേട്ടാ ഇങ്ങനെ എരിവേലിലുള്ള സൊസൈറ്റിയിൽ എങ്ങാണ്ടൊന്ന് ചോദിച്ചു, അങ്ങനെ അവിടെ പോകാറുണ്ട് ഈ വളം മേടിക്കാൻ വേണ്ടി. അപ്പം അവിടെ ചെന്നപ്പോൾ 5 കിലോയുടെ ഒരു കിറ്റായിട്ട് അവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. അപ്പം അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഈ സ്ലോപ്പ് ഉള്ളയിടത്ത് കുമ്മായി അങ്ങ് നിരത്തിയിട്ടേച്ച് കുറേ നേരം അവിടെ കിടക്കും. അത് കഴിഞ്ഞിട്ട് ചൂല് കൊണ്ട് അവിടെ ഒന്ന് ഇങ്ങനെ അടിക്കും പോലെ അടിച്ച് അങ്ങനെ വെക്കും, കുറ്റിച്ചൂല് കൊണ്ട്. എന്നിട്ട് മഴ പെയ്യുമ്പോൾ അങ്ങ് ഒഴുകി പൊക്കോളും. പക്ഷേ അത് ഒരു ദിവസത്തേക്ക് ഗുണകര. പിറ്റേ ദിവസവും ഇതുപോലെ മഴ പെയ്യുവാണെങ്കിൽ ഭയങ്കര ഇഴുകല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, ഈ ഇഴുകല് വന്നേന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ. കാരണം സ്കൂട്ടറും കാറും ഇറക്കണതിന് പ്രശ്നമില്ല, നടക്കണതിന് ഭയങ്കര പ്രശ്നമാണ്, തെന്നി വീഴും. അപ്പം പിന്നെ ഞാൻ ചെയ്യണതെന്നു വെച്ചാൽ ബാക്ക് സൈഡിൽ കൂടെ മണ്ണ് മിറ്റത്തോടെ ഇറങ്ങും. എന്നിട്ട് വർക്ക് ഏരിയ കഴിഞ്ഞിട്ട് ഒരപ്പരയില്ലേ, നമ്മുടെ ഒരപ്പരയുടെ ബാക്കി കൂടെ ഇതുപോലെയുള്ള മണ്ണ് ചവിട്ടിയിട്ടേക്കണം, അതിൽ കൂടെ ഇറങ്ങി മണ്ണ് ഭാഗത്തേക്ക് ഇറങ്ങും, സ്ലോപ്പിൽ കൂടെ ഇറങ്ങൂല. അതുപോലെ പോസ്റ്റ് മണ്ണോടും പേപ്പർ ബോയ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പേപ്പർ ബോയ് എങ്ങനെയാന്ന് വെച്ചാൽ സ്ലോപ്പുള്ളതിൻ്റെ അവിടെ സ്കൂട്ടർ വെളുപ്പാങ്കാലത്ത് വെച്ചേച്ച് ഇറകത്ത് കൊണ്ട് പേപ്പർ ഇടുക പതിവാ. പിന്നെ പോസ്റ്റ്മൺ പറഞ്ഞു, ഇല്ല ചേച്ചി കുഴപ്പമില്ല കയറിപ്പോരായിരുന്നു. ഞാൻ പറഞ്ഞു, അവിടെ വന്നേച്ച് ഹോൺ അടിച്ചാൽ മതി, ഞാൻ ഇതിലേ വന്ന ലെറ്റർ മേടിച്ചോളാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള സംഗതികൾ. അപ്പം ഈ സ്ലോപ്പ് ഇടുന്നത് നല്ലതാണെങ്കിലും എല്ലായിടത്തും ഉണ്ട് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഇഴുകല, ഈ കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോൾ ഇഴുകല. അപ്പം ഞാൻ ഇവിടെ ഒരു സജഷൻ പറഞ്ഞു, നമ്മുടെ ഇവിടെ ഇട്ടേക്കണ ചുമന്ന ഇഷ്ടികയില്ലേ കാർഷിടിയിട്ട് പോണേ, ആ ഇഷ്ടിക ഇനിയിപ്പോൾ മതിലിൻ്റെ അവിടെ റിപ്പയറിന് ജോൺ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ മഴക്കാലം കഴിയുമ്പോൾ എന്തെങ്കിലും സൊല്യൂഷൻ നടക്കാനായിട്ടൊരു 2 നിരയോ വല്ലതും അങ്ങനത്തെ ഇഷ്ടിക മേടിച്ചവിടെ പതിപ്പിച്ചാലോന്ന്. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടില്ല, വണ്ടി ഇറക്കാൻ പിന്നെ വിഷയമില്ലല്ലോ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ അപ്പയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ജോണിനോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം മഴക്കാലത്തിന് മുമ്പ് ചെയ്യണ ചില പ്രതിരോധ കാര്യങ്ങളാണ് വീടും പരിസരവുമായിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യണ എന്നാന്ന് വെച്ചാൽ മഴക്കാലത്തിന് മുമ്പ് ഈ പരിസരത്തൊക്കെ നമുക്ക് മരങ്ങളൊക്കെ ഉണ്ടല്ലോ, മാവ്, പ്ലാവ്, ആഞ്ഞിലി, ഇങ്ങനെയൊക്കെ ഉള്ള തേക്ക്, ഇങ്ങനെയൊക്കെയുള്ള മരങ്ങളുണ്ടല്ലോ. പക്ഷേ പരിസരത്തുള്ളതിൻ്റെ കൊമ്പുകളൊക്കെ മാക്സിമം നമ്മൾ ഇറക്കിക്കാറുണ്ട്. ഈ വേനൽക്കാലത്ത് തന്നെ ഇറക്കിക്കാറുണ്ട്. ഈ മരം വെട്ടണേ ആൾക്കാരൊക്കെ പരിസരത്തുള്ളവരോട് പറഞ്ഞ് ഇറക്കിക്കാറുണ്ട്. ഇത്തവണ പക്ഷേ മഴയ്ക്ക് മുമ്പുള്ള വേനൽ മഴയ്ക്ക് ആ മരം വീണത്, ആ ഭയങ്കര കൊടുങ്കാറ്റ് നമ്മുടെ ഈ മേഖലയിൽ ഊതി. ഇപ്പം കുറേ പ്രശ്നങ്ങളുണ്ടായത് ഞാൻ പറഞ്ഞല്ലോ പരിസരത്ത്. അപ്പോൾ ഈ കൊമ്പുകൾ നമ്മളിങ്ങനെ ഇറക്കിക്കണം. കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടെ ആ കൂടെ പറയാം. മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ KSEB സെക്ഷനിൽ നിന്ന് അവർ മൊബൈലിൽ മെസ്സേജ് വരും, ഇങ്ങനെ ടച്ചിങ്സ് ഉള്ളത് കൊണ്ട്, കട്ടിങ് നടത്തുന്നത് കൊണ്ട്, മരങ്ങളുടെ കൊമ്പുകൾ മുറിക്കണതുകൊണ്ട് നമുക്ക് ലൈൻ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ് തലേദിവസം തന്നെ ഹസ്ബൻഡിൻ്റെ മൊബൈലിൽ മെസ്സേജ് വരും. അപ്പോൾ അവർ തന്നെ വന്ന് നമ്മുടെ ലൈനിലേക്കോ സർവീസ് വയറിലേക്കോ ഉള്ള എന്തെങ്കിലും കമ്പുകളുണ്ടെങ്കിൽ അവരുടെ വണ്ടിയായിട്ട് വന്ന് എല്ലാ വീടുകളിലും വന്ന് ടെസ്റ്റ് ചെയ്ത് അവർ മുറിക്കാറുണ്ട് കേട്ടോ. അതുകൂടാതെ പെരയുടെ ഇങ്ങോട്ട് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആഞ്ഞിലിയുടെ കൊമ്പിറക്കി നിർത്തിയിട്ടുണ്ടല്ലോ ഫ്രണ്ടിൽ. പിന്നെ പ്രതീക്ഷിക്കാതെ ഒരു കൊടുങ്കാറ്റ് വന്നാണ് അന്ന് ഒരു തേക്ക് വഴിയിലേക്ക് മറിഞ്ഞു, ഒരു തേക്ക് മതിലിൻ്റെ അങ്ങോട്ട് മറിഞ്ഞത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. അത് പിന്നെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. അപ്പം ഇങ്ങനെ മരങ്ങൾ മുറിക്കുന്നതിനോടൊപ്പം തന്നെ മെയ് മാസം ആകുമ്പോൾ വീടിൻ്റെ ചുറ്റും പുറകൊന്ന് പുല്ല് വെട്ടണേ ആ ചേട്ടനോട് പറഞ്ഞ് പുല്ലും വെട്ടിച്ചിടാറുണ്ട്. പക്ഷേ പുല്ലുകൾ കിളിർത്തു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. മഴ പെയ്യുമ്പോൾ അത് കിളിർക്കൂല. പക്ഷെ നമ്മൾ വേനൽക്കാലത്ത് അങ്ങനെ ചുറ്റും പുറമൊന്ന് തെളിച്ചിടാറുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മഴയ്ക്ക് മുമ്പ് സാധാരണ രീതിയിൽ ചെയ്യിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ വിറകടുപ്പൊന്നും കത്തിക്കുന്നില്ലെങ്കിലും കുറച്ച് ഓലയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെപ്പിക്കും. പിന്നെ ചാക്കിൽ ചിരട്ട ശേഖരിക്കും. ഒരു ചാക്കിൽ 1-2 ചാക്കിൽ പൊതിമടൽ ശേഖരിച്ച് വർക്ക് ഏരിയയുടെ പുറത്തുള്ള തൊഴുത്ത് പോലെ, പണ്ടത്തെ തൊഴുത്തായിരുന്നു. ഇപ്പോൾ അതിങ്ങനെ വേസ്റ്റ് സാധനങ്ങൾ ഇടാൻ, വേസ്റ്റ് മീൻസ് ഇങ്ങനെ കാർട്ടൺ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ കൂട്ടാനായിട്ട് തൂമ്പയൊക്കെ വെക്കാനായിട്ടൊരു പുറത്തൊരു ചായ്പുണ്ട്. ആ ചായ്പിൽ ശേഖരിച്ച് വെക്കാറുണ്ട്. എൻ്റെ ഭാഗത്തുനിന്നുള്ള വിറക് കത്തിക്കണില്ലെങ്കിലും കുറച്ച് ചിരട്ടയും പൊതിമടലും ഇച്ചിരി എന്തെങ്കിലും കൊള്ളിവിറകും ഓലയും മടലും ഒക്കെ ഞാൻ ശേഖരിച്ച് വെപ്പിക്കും. അത് അവർ വരുമ്പോൾ സഹായിക്കാൻ മന്നൂർ വരുമ്പോൾ അവരെ കൊണ്ട് വറങ്ങിച്ച് വെക്കും. അതൊക്കെ ചെയ്ത് വെക്കാറുണ്ട് മഴയ്ക്ക് മുമ്പ്. നമ്മൾ ഈ മഴയുടെ ഈ വിഷയമൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കറണ്ട് പോവും വരുവും ചെയ്തുകൊണ്ടിരിക്കൂലേ. അതുകൊണ്ട് സാധാരണഗതിയിൽ ഞാൻ അതിവിടെ കൈകാര്യം ചെയ്യണത് നമ്മുടെ ഇവിടെ ഒരു എമർജൻസിയിലാകുമ്പോൾ
എമർജൻസി ആയിട്ട് മേടിപ്പിച്ചായിരുന്നു. ആ കൊടുങ്കാറ്റ് വന്ന് 4 ദിവസം കറണ്ട് പോയി കിടന്നില്ല. അന്നേരം എമർജൻസി ആയിട്ട് വിളിച്ചു പറഞ്ഞു വൈകുന്നേരം തന്നെ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൾ അന്ന് നൈറ്റിൽ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ ആ എമർജൻസി ലാമ്പും പിന്നെ ചാർജബിൾ ടോർച്ചും എല്ലാം ചാർജ് ചെയ്ത് വെക്കും. മൊബൈൽ പിന്നെ ഡെയിലി ചാർജിങ് ഉണ്ടല്ലോ. നമ്മള് ഇംബെക്സിന്റെ മേടിച്ചത് നല്ലതായിരുന്നു. ആ ഇംബെക്സിന് നല്ല ടോർച്ച് ആൻഡ് എമർജൻസി ആയിട്ടുള്ളതാണ് ഇവള് മേടിച്ചത്. അതുകൂടാതെ എനിക്ക് ചാർജ് ചെയ്യണ 2 ടോർച്ചുണ്ട്. ഒരു ടോർച്ച് എൻ്റെ ആങ്ങളുടെ മോള് എനിക്ക് റിങ്കോ എനിക്ക് കഴിഞ്ഞ മുമ്പത്തെ വർഷം കൊണ്ടേ തന്നതാണ്. പിന്നെ ഒരു ടോർച്ച് ഇവിടെ ലുലു മാളിൽ നിന്ന് മേടിച്ചത് ഇരിപ്പുണ്ട്. അങ്ങനെ ആ ടോർച്ചുകളൊക്കെ ഇൻവെർട്ടർ ഉണ്ടെങ്കിലും ഞാൻ ചാർജ് ചെയ്ത് റെഡിയാക്കി മിക്കവാറും ഒക്കെ വെക്കും. കാരണം എന്നോട് ഇവിടെ എപ്പോഴും പറയും ടോർച്ചും എമർജൻസിയും ചാർജ് ചെയ്ത് വെക്കുന്നതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് അത് അടിക്കുക. ചാർജ് ആൻഡ് ഡിസ്ചാർജിങ് വേണമല്ലോ ഇതിൽ. അപ്പൊ എന്റെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ ആകുമ്പോൾ ഞാൻ ടോർച്ചൊക്കെ ചുമ്മാ മുറ്റത്തോടെ അടിച്ചിങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കും. അപ്പൊ എന്നോട് പറയും അകലെ വീടുകളിലേക്ക് അടിക്കരുത്, അവനോട് പറഞ്ഞിട്ട് അടിക്കാം. അവരെന്നാ ചേച്ചിന്ന് വേണമെങ്കിൽ ചേട്ടാന്ന് വിളിച്ചു ചോദിക്കും. അവിടെ നിന്ന് ടോർച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെട്ടം കാണുമ്പോൾ അപ്പൊ ഞാൻ ഈ പരിസരത്തോടെ ഇങ്ങനെ പറമ്പിലേക്ക് ഇങ്ങനെ അടിച്ചൊക്കെ ഇങ്ങനെ വഴിയിട്ടൊക്കെ അടിച്ച് കുറച്ചു നേരം നിൽക്കും. പിന്നെ 5 മിനിറ്റ് നേരം ഹസ്ബൻഡാണ് ചെയ്യണത് എമർജൻസി ലാമ്പ്. ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ച് ഡ്രോയിങ് റൂമിൽ എമർജൻസി ലാമ്പ് 5 മിനിറ്റ് അല്ല 10-15 മിനിറ്റ് ഓൺ ചെയ്ത് വെക്കും സന്ധ്യക്ക് മുമ്പ്. പിന്നെ ഇപ്പൊ വേറെ ഒരു തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കടെ പുതിയ ലൈറ്റ് വന്നുകൊണ്ട് അത് സന്ധ്യക്ക് കത്തിക്കോളും. മറ്റവനെ നമ്മുടെ സോളാറേ മറ്റവൻ നമ്മൾ വെച്ചേക്കണവൻ 7 മണിയാകുമ്പോഴത്തേക്കും കത്തിക്കോളും. 6:30 ഇരുട്ടി അവൻ 6:30 ഓണാവും. പിന്നെ മഴ കൂടുതലുള്ള സമയത്ത് പ്രകാശം നന്നായിട്ട് ഇങ്ങനെ വന്നേച്ച് പ്രകാശം കുറഞ്ഞു അവൻ കത്തിക്കൊണ്ടിരിക്കും. അവൻ കത്തിയിരിക്കും എന്തായാലും. അത് നടക്കണ്ട. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മൾ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ഈ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടോർച്ച് ഞാൻ കത്തിച്ചുകൊണ്ട് നടക്കും. എമർജൻസി ഇവിടെ ഹസ്ബൻഡ് ഡ്രോയിങ് റൂമിൽ ഇരിപ്പുണ്ടാവും. അപ്പം അകത്തെ മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ച് അത് കുറേ നേരം ഓൺ ചെയ്ത് വെക്കും. അപ്പം അതിൽ നീ ഇങ്ങനെ ചാർജ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കണമെന്ന് എന്നോട് പറയും. അപ്പം അങ്ങനെ ആ എമർജൻസി ഇംബെക്സിൻ്റെയാണ് നമുക്ക് നല്ലതായിട്ട് തോന്നിക്കുന്നു. 2-3 മാസം ആയുള്ളൂ. കൊടുങ്കാറ്റ് വന്നപ്പോൾ മേടിച്ചോണ്ട് വന്നതാ. അന്ന് KCB മൊത്തം പോയില്ലായിരുന്നു. അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. കറണ്ട് പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാത്തോണ്ട് എത്ര നേരം നിൽക്കും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ അന്ന് നമ്മൾ കൊണ്ടുവന്നപ്പോ നമുക്ക് കുറെ നേരം കിട്ടി. 3 മണിക്കൂർ അവര് പറഞ്ഞില്ലേ കിട്ടും. പിന്നെ നമ്മൾ ചാർജ് ചെയ്ത് 8 മണിക്കൂർ ഇടാൻ പറഞ്ഞായിരുന്നു. അത് പിന്നെ കറണ്ട് വന്നതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മള് വീട്ടിൽ അത്യാവശ്യ സംഗതികൾ നമ്മൾ ചെയ്ത് കൂട്ടണത് അല്ലേ. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോ അത് പറയാം. പുറത്തേക്ക് ഇറങ്ങുമ്പോ നമുക്ക് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും സ്ലിപ്പർ എല്ലാ വ്യക്തികൾക്കും അറിയാം. ചെരുപ്പ് ഗ്രിപ്പുള്ള ചെരുപ്പിട്ടാലും നമ്മൾ എത്ര സൂക്ഷിച്ച് നടന്നാലും പായലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലും ബ്ലും എന്നാ നടക്കുമ്പോ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച കാര്യം. ഇപ്പൊ വെയിൽ ഉദിച്ചിട്ടുണ്ട്. വെയിൽ ഉദിക്കുമ്പോൾ നല്ല ക്ലീൻ ആവും. പക്ഷെ ഒരു 2 മഴ അടുപ്പിച്ച് ഉച്ച കഴിഞ്ഞങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നനവും ഇഴുകലും ആവും. അപ്പൊ പരമാവധി ശ്രദ്ധിച്ച് നമ്മൾ നടക്കുക എന്ന് പറയാൻ മാത്രമേ മാർഗമുള്ളൂ. എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ സ്ലിപ്പാകും. സ്ലിപ്പായി കഴിഞ്ഞാൽ പിടിക്കാൻ മുറ്റത്ത് തന്നെ നമ്മൾ കോല് കുത്തി വെക്കാൻ പറ്റുമോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കയറി വന്നെ മിറ്റാലും മുറ്റത്തൊന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ചെയ്യാൻ പറ്റൂല. പിന്നെ ഇറങ്ങി പോണയിടത്തും ഇന്നാള് എന്നോട് അപ്പോൾ പറഞ്ഞായിരുന്നു നമുക്ക് ആ മതിലിൻ്റെ അവിടെ ഇങ്ങനെ റെയിൽ പോലെ പിടിപ്പിച്ചാലോ എന്ന്. ഞാൻ പറഞ്ഞു അത് പിടിപ്പിക്കണ്ട. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെയല്ല നമ്മൾ നടക്കണത്. ഞാൻ എപ്പോഴും നടുക്കോക്കടെ നടക്കണം. ഈ സൈഡിൽ മുഴുവൻ ഇഴുകലുണ്ട്. എനിക്ക് പേടി അങ്ങോട്ട് പോകാൻ. ഞാനും സൈഡിൽ നടക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമല്ല സൈഡിൽ കൂടെ. എന്നാന്ന് വെച്ചാൽ സൈഡിലും മതിലിന്റെ അവിടെയൊക്കെ ചെടിച്ചട്ടി ഇരിക്കണം, അതിലേക്കൊക്കെ മുട്ടും. എനിക്ക് നടുക്കോക്കടെ തന്നെ പോണതാ ഇഷ്ടം. അതങ്ങനെ ശീലിച്ചു. അപ്പൊ ഞാനതിന് പ്രതിവിധി പറഞ്ഞു കൊടുത്തത് മതിലിൻ്റെ അവിടെ റെയിൽ പോലെ പിടിപ്പിക്കണ്ട, ഈ ഇരുമ്പിൻ്റെ റെജോട് പറയാമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, അതിന് പകരം മഴയൊക്കെ മാറട്ടെ, റിപ്പയറിന് വരുമ്പോൾ നടുക്ക ആ പരിപാടി വേണമെങ്കിൽ ചെയ്യാന്ന്. അപ്പം ഇറങ്ങിപ്പോവാൻ സ്ലിപ്പ് ചെയ്യൂല. ഈ കാർ ഷെഡിൻ്റെ ചുമന്ന അതിട്ടാ ചിലപ്പോൾ അതൊന്ന് ചോദിക്കുക എങ്ങനെയെങ്കിലും അതിന് പരിഹാരം ഉണ്ടോയെന്ന്. അപ്പം ഇങ്ങനെ മാക്സിമം സൂക്ഷിച്ച് നടക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ മോന് ഇങ്ങനെ വളരെ സൂക്ഷിച്ചാൽ മുറ്റത്ത് മഴ പെയ്തപ്പോൾ നമ്മുടെ വളരെ ശ്രദ്ധിച്ച് നടന്നാ, പക്ഷെ സ്ലിപ്പ് ചെയ്ത് വീണ് കയ്യിൽ ഫ്രാക്ചറായിട്ടിരിക്കും. അപ്പം സർജറി കഴിഞ്ഞ് പ്ലേറ്റൊക്കെ ഇട്ട് ഞങ്ങളുടെ ക്ലോസ് റിലേഷൻ. അപ്പം എന്നാ ചെയ്യണത് ഇപ്പോൾ വളരെ ശ്രദ്ധിച്ച ചാച്ച നടന്നേന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണതിൻ്റെ കൊണ്ടല്ല, അത് സ്ലിപ്പായി പോയാൽ തീർന്നു. അപ്പോൾ പോസ്റ്റ്മോൺ വന്നപ്പോൾ പറഞ്ഞില്ലേ ഇവിടെ ഒരു റോട്ടില് അതിന്റെ സ്കൂട്ടർ സ്ലിപ്പ് ചെയ്ത് വീണു എന്നാ. എനിക്കത് കേട്ടപ്പോൾ തന്നെ വിഷമായി. എൻ്റെ ചേച്ചി കാലിച്ചിരി മുട്ട് പൊട്ടിയുള്ളെന്നാ. വേറെ ഒരു റോട്ടില്ല ഞങ്ങളുടെ ഈ ഏരിയയിൽ തന്നെ. അപ്പൊ പറയാം ഞാനെന്നേരം പറഞ്ഞു ഇവിടെ നിന്ന് നിർത്തിയാൽ മതി കേട്ടോന്ന്. അതുകൊണ്ട് ഇവിടെ വരാന്തയിൽ സ്ലിപ്പ് ചെയ്യാതിരിക്കാനാണ് കർട്ടൻ ഇട്ടിരിക്കുന്നത്. കർട്ടനും ഇട്ടു. റെയിൽ പിന്നെ നേരത്തെ പിടിപ്പിച്ചതാട്ടോ. അപ്പൊ കർട്ടന്റെ ഒരു ഗുണം, നല്ലൊരു ഗുണം എന്നാന്ന് വെച്ചാൽ നേരെ വടക്ക് വശത്തേക്ക് ഫേസ് ചെയ്താ വീടിരിക്കുന്നത്. കിഴക്കല്ല, കിഴക്ക് ഇങ്ങോട്ട് ഇറങ്ങണത്, ഇത് പടിഞ്ഞാറ്, ഇത് വടക്ക്. അപ്പൊ വടക്ക് വശത്തേക്ക്
ഈ കർട്ടൻ മുഴുവൻ അങ്ങ് താത്തി ഇട്ട് കഴിഞ്ഞാൽ വടക്കെന്നുള്ള കാറ്റ് ഇങ്ങോട്ട് അടിക്കൂല. പക്ഷെ കിഴക്കോട്ടും സ്റ്റെപ്പുണ്ട്, പടിഞ്ഞാട്ടും സ്റ്റെപ്പുണ്ട്. അപ്പം ആ രണ്ട് വശത്തൊന്നും കാറ്റ് വന്ന് അവിടെ മൂടിയിടാൻ പറ്റൂല. അത് കാരണം അവിടെ നിന്ന് ഇറിച്ചിലടിച്ച് കയറും. ഇറിച്ചിലടിച്ച് കയറുക മാത്രമല്ല സ്റ്റെപ്പ് മൊത്തം നനയും. പിന്നെ കൂടുതൽ കാറ്റ് വന്നാൽ ഇറയത്തേക്കും അത് വ്യാപിക്കും. ഇവിടെ ഇച്ചിരി നനഞ്ഞു കിടപ്പുണ്ട്, പടിഞ്ഞാറ് വശത്തെ നനഞ്ഞു കിടപ്പുണ്ടെങ്കിലും ഫ്രണ്ടിലെ ഇത്രയും ഭാഗം കവറേജ് കിട്ടി കേട്ടോ. അതുകൊണ്ട് അത്ര ആശ്വാസം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പൊടിവിദ്യകളാണ് നമ്മൾ ചെയ്തുകൊണ്ട് നടക്കണം അല്ലേ. ചെരുപ്പ് പുറത്ത് ഗ്രിപ്പുള്ള ചെരുപ്പ് ഇടുക എന്നുള്ളത് മസ്റ്റ് ആണെങ്കിലും എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എത്ര ഗ്രിപ്പുണ്ടെങ്കിലും ചില സമയത്ത് സംഭവിച്ചിരിക്കും. നമുക്ക് അത് നമുക്കൊരു പ്രിക്കോഷനായിട്ട് ഗ്രിപ്പുള്ള ചെരുപ്പ് ഉപയോഗിക്കുക. പുറത്ത് ഇടുന്ന ചെരുപ്പ് നമ്മൾ പുറത്ത് നടക്കല്ലേൽ ഇടുക, അകത്തേക്ക് കയറുമ്പോൾ വേറെ ചെരുപ്പ് അയ്യോ ചെളി ചവിട്ടി കയറിയ മഹാപ്രശ്ന. പിന്നെ പഴയ വീടുകളിലൊന്നും പറയാനില്ല, ഏത് വീടുകളിലും പറയാനില്ല. അതങ്ങ് കാണിച്ചോ. എന്നാന്ന് വെച്ചാൽ ശ്രദ്ധിച്ചാ ഇടണത്. അപ്പൊ ഈ ഇവിടെ പണിയാൻ പിന്നെ പുള്ളിക്കാരത്തിയും അവരുടെ വീട്ടിൽ തന്നെ കിണറിന്റെ അവിടെ കുളിച്ചേച്ച് കയറിയപ്പോ വീണിട്ട് 1.5 മാസത്തോളം വരാതിരുന്ന നടുവിന് ഇങ്ങനെ ചതവ് പറ്റി. പിന്നെ ഇപ്പൊ വന്നു ഇന്നാള് ഞാൻ പറഞ്ഞു അടിച്ചാൽ മതി തുടക്കണ്ടെന്ന് പറഞ്ഞു. അതിന് പാടില്ല. അപ്പൊ ഈ തണുപ്പുകാലമൊക്കെ പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ നമ്മള് മാക്സിമം സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യുകയല്ല അല്ലേ. അതൊക്കെ പറയാനുള്ളൂ. എല്ലാ ദിവസവും ഹസ്ബൻഡിന്റെ രാവിലത്തെ പണി ഏറ്റവും ആദ്യം ഫസ്റ്റ് എന്നോട് പറയും, ഞാൻ വെതർ നോക്കി വെച്ച് പറഞ്ഞു തരാന്നേ, ഇത്ര മണിക്ക് ഇത്ര പെർസെൻറ്റേജ് എന്ന്. അപ്പൊ 30%, 40, 50, 60, 70, 80 എന്നൊക്കെ പറയും. ചില ദിവസം 90 ആയിരിക്കും ഉച്ചവരെ, 20 ആയിരിക്കും. അപ്പൊ എന്നോട് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ. അപ്പൊ ആദ്യം ഞാൻ ചെയ്യണത് പെട്ടെന്ന് ഞാൻ പറയും, എന്നാൽ ടെറസിന്റെ മുകളിൽ അകത്തെ അയയെ കിടക്കണ തുണികളെല്ലാം പുറത്തുള്ള കെട്ടിയേക്കണ അയ വെയിലുള്ളയിടത്തേക്ക് എടുത്തിടാന്ന് പറയും. ഓടിൻ്റെ മുകളിലിടേണ്ടത് അണ്ടർസ്കേർട്ടുകൾ പോലെയുള്ളതൊക്കെ ഓടിൻ്റെ മുകളിലിട്ട് ഞാൻ ഉണക്കാറുണ്ട്. ചില സംഗതികൾ ടർക്കികളൊക്കെ അതൊക്കെ വേഗം ഓടിൻ്റെ മുകളിലേക്ക് ഇടും. കാരണം വെതർ നോക്കിയാണ് തുണി ഉണക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ചെയ്യണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോർമാറ്റ്, അതായത് ചവിട്ടിയില്ലേ, ചവിട്ടികളൊക്കെ നമ്മൾ മാക്സിമം വെള്ളം വലിയണ രീതിയിലുള്ള ചവിട്ടികൾ കൂടുതലും അകത്ത എല്ലായിടത്തും ഇടുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ചവിട്ടി തൂത്തേച്ച് കയറി പോരുമ്പോൾ വെള്ളം പെരക്കകത്തേക്ക് കയറരുതല്ലോ. ഇറയത്ത് ഇങ്ങനെ ഇറിച്ചിലൊക്കെ അടിക്കണം. ഇതായതുകൊണ്ട് റബ്ബർ മാറ്റ് ഇട്ടേക്കണം. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സീസൺ അനുസരിച്ച് നമ്മൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എൻ്റെ അഭിപ്രായം പറഞ്ഞതാട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള സംഗതി നമ്മൾ ചെയ്യും. പിന്നെ അത് വേനൽക്കാലത്ത് വേറെ രീതിയിലുള്ള മാറ്റി നമുക്കിടാം. പിന്നെ പുറത്തേക്ക് ഇറങ്ങണ സ്റ്റെപ്പിൽ ഞങ്ങൾ മാറ്റുകളൊന്നും ഇടൂല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുറത്തൊരെണ്ണം ഇട്ടേക്കും ചവിട്ടിക്കും കയറും, നടക്കലും മുഴുവൻ വെള്ളം ഇറിച്ചിലടിച്ച് കയറും. അപ്പം പിന്നെ ആ നനഞ്ഞത് ഇറയത്തേക്ക് ചവിട്ടിയാൽ വീണ്ടും വൃത്തികേടാവും. അപ്പം ഇറയത്തിൻ്റെ 2 വശത്തും ഒരേ മാറ്റിടും. പിന്നെ സെൻറ്ററിൽ അകത്തേക്ക് കയറുന്നിടത്ത് ഒരു മാറ്റിട്ടേക്കും. പിന്നെ അകത്ത് നല്ല മാറ്റായിരിക്കും എപ്പോഴും കിടക്കണം, അവിടെ ഒന്നും നനയൂലല്ലോ. അപ്പം അങ്ങനെയുള്ള സംഗതികൾ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യണ കാര്യമാട്ടോ പറഞ്ഞത്. പിന്നെ അതുകൂടാതെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയൊക്കെ ചെരണ്ടിച്ച് നമ്മൾ ചിരട്ടകൾ ശേഖരിക്കൂല. അപ്പം ചിരട്ടകൾ ഞാൻ പറഞ്ഞില്ലേ, ചിരട്ട ഈ വിറകൊക്കെ കൂട്ടുന്ന ഒരു ചായ്പ് മുറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ പുറത്തേക്ക് അകത്തുനിന്ന് ഇറങ്ങാൻ പാകത്തിന്. ആ മുറിയിലിരിക്കുന്ന തേങ്ങ ഒരു ചിരട്ട ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ പുതിയ ചിരട്ടകൾ അതിൽ കിടക്കണത് കാക്ക കുത്തും, പൊരിപ്പല് തിന്നാൻ. അതിൻ്റെ അകത്ത് ഇച്ചിരിയൊക്കെ ഇതുണ്ട്. എന്നിട്ട് മിറ്റത്തേക്ക് കൊണ്ടുകിടും. അതെന്നാന്ന് വെച്ചാൽ മിറ്റത്ത് ഇങ്ങനെ തുറന്നു കിടക്കുമ്പോൾ വെള്ളം അതിലേക്ക് വീഴും. അപ്പം അത് ചെയ്യണേന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് നടക്കുമ്പോൾ ആദ്യം കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് കമത്തി വെക്കും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അതിലേക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കൊതുക് പോലെയുള്ളതൊക്കെ. ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, ആ വെള്ളം വലിച്ചു വെച്ചാൽ ചായ്പ് വരെയായിട്ട് എറിയും. എൻ്റെ പരിപാടി അതാ, എളുപ്പമാർഗം. അപ്പം അത് എന്നോട് പറയും, അത് കമത്തി വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോയത് അവിടെ ഇരുന്ന് ഉണങ്ങും. എവിടെ ഉണങ്ങാനാ, മഴ പെയ്യുമ്പോൾ എവിടെയെങ്കിലും ഉണങ്ങുമോ എന്ന് ചോദിച്ചു ഞാൻ അകത്തേക്ക് ഇടും. അപ്പം എന്നോട് പറയും എന്നാന്ന് വെച്ചാൽ ചെയ്യാൻ പറയും. തുറന്ന് കിടക്കുമ്പോൾ വെള്ളം അതിൽ ശേഖരിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഫ്രണ്ടിലില്ലേ ഈ പാത്തി പോലെയുള്ളിടത്തുനിന്ന് വെള്ളം വീഴാൻ പൈപ്പിന്റെ ചെയിൻ പോലെ ഇട്ടിട്ടില്ലേ, അതിന്റെ താഴെ 2 വെച്ചിട്ടുണ്ട്. പറയാം, 2 ബേസ് വെച്ചിട്ടുണ്ട് മണ്ണിന്റെ. അതിൽ ഓരോ ഹോള് ഞാനാ ഉണ്ടാക്കിയേക്കണത്. ഈ സൂചിയും കണ്ട കമ്പി, ഈ വാർക്ക കമ്പി കൊണ്ടുവന്നപ്പോൾ അവർ കട്ട് ചെയ്ത് വെച്ചേക്കണ കമ്പിയും കൊണ്ട് ഞാൻ ചുറ്റുക വെച്ച് ഇടിച്ച് പൊട്ടാതെ അതിൽ ഹോളുണ്ടാക്കിയപ്പോൾ അതിലേക്ക് കണ്ടിന്യൂസ് വീഴുന്ന വെള്ളം അതിൽ നിന്ന് തന്നെ വാർന്നു പൊക്കോളും. അടിയിട്ട് മുറ്റത്തേക്ക് തന്നെ അങ്ങനെ വാർന്നു കെട്ടിക്കിടക്കൂല. എന്നാൾ ഏഞ്ചൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇതിൽ വെള്ളം എപ്പോഴും മാറ്റുമോ എന്ന്. ഞാൻ പറഞ്ഞില്ല, അതെ ഞാൻ പൊട്ടിച്ചു വെച്ചേക്കുവാന്ന് ഹോള്. അതെങ്ങനെ പൊട്ടിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ആ കമ്പി കാണിച്ചു കൊടുത്തു, അതുകൊണ്ട് ചുറ്റുക വെച്ച് ഇടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഹോളുണ്ടാക്കിയാൽ വെള്ളം അതിൽ കൂടെ പൊക്കോളും. ക്രാഫ്റ്റ് ആയിട്ടൊന്നും അല്ല, നീ ആ ഹോള് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തേരെ. പക്ഷെ ആ ഹോളിൽ ചിലപ്പോൾ കരിയിലയോ പൊടികളോ എന്തെങ്കിലും കയറി അടയും. അപ്പം ഹസ്ബൻഡ് കാണുവാണെങ്കിൽ കയറി വരുമ്പോൾ കാണുവാണെങ്കിൽ അതെടുത്ത് ഇങ്ങനെ തട്ടുമ്പോൾ അതങ്ങ് പൊക്കോളും. അപ്പം എൻ്റെ ഹോൾ അത്ര ക്ലീനൊന്നും അല്ല കേട്ടോ, ഷേപ്പൊന്നുമില്ല.
അത് ഈ കമ്പിയും കൊണ്ട് പൊട്ടിപ്പോവാതെ ഇങ്ങനെ വെച്ചേച്ച് ചുമ്മാ ചുറ്റിയും കൊണ്ട് ഒരു ഇടി കൊടുക്കണതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഗതികൾ മഴക്കാലത്ത് നമ്മൾ പ്രിവെന്റീവായിട്ട് ചെയ്യാറുണ്ട്. നൂഡിൽസ് പറഞ്ഞു നൂഡിൽസ് പറഞ്ഞോട്ടെ വൈകുന്നേരം എനിക്ക് വേണ്ട, അപ്പം കഴിച്ചോളും. വെജിറ്റബിൾ ഒക്കെ വെജിറ്റബിൾ ഇരിപ്പുണ്ട് ഇട്ടുണ്ടാക്കാം വൈകിട്ട്. എനിക്ക് വൈകിട്ട് ഏതാണ്ട് ഇരിപ്പുണ്ട്. അവല് വിളിച്ചോണ്ട് അപ്പൊ സൂപ്പ് ഉണ്ടോന്നൊക്കെ ചോദിക്കണ്ട. അത് അപ്പൊ അതിന്റെ ഇത് മേടിച്ചു. പാക്കറ്റ് സൂപ്പിന്റെ ആയിരിക്കും ചോദിച്ചത്. മത്തങ്ങ എവിടെ ഇരിപ്പുണ്ട്, വേണേ മത്തങ്ങ വെച്ച് സമയം വേണമെങ്കിലും സമയം പോലെ ചെയ്തോ. പിന്നെ നമ്മൾ ഈ മഴക്കാലത്തില്ലേ, ഞാൻ അപ്പഴ് പറഞ്ഞായിരുന്നു നമുക്ക് ഒരു കുടയക്കട മേടിക്കണമെന്ന്. ഇനിയോ? അങ്ങനെയല്ല, വളഞ്ഞകാലല്ല. ഈ എന്തിനാന്നറിയുമ്പോ അപ്പയ്ക്ക് പറമ്പിലേക്ക് ഇറങ്ങുമ്പോ ഓട ക്ലീനിങ്ങിനൊക്കെ അപ്പ ഒരു 2 ഫോൾഡ് കുട ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ 2 ഫോൾഡ് കുട ഞാൻ ഒരാൾക്ക് കൊടുത്തു. അത് ആർക്കാന്ന് ഇപ്പൊ ഞാനതിൽ പറയണില്ല, കൊടുത്തേച്ച് പറയേണ്ട കാര്യമില്ല. അത് കൊടുത്തു. അപ്പൊ ഇന്നാളെ അപ്പ എന്നോട് ചോദിച്ചു, എടി ആ മതിലേൽ വെച്ചേച്ച് എനിക്ക് വെള്ളം തിരിച്ചുവിടാൻ ആ വഴിയിലെ വെള്ളം തിരിച്ചു കുടയും തേനി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ മറ്റേ കുട ഇല്ല, ഈ ചെറിയ കുട കൊണ്ടോ അല്ലെങ്കിൽ വളഞ്ഞാലിന് എടുക്കാൻ പറഞ്ഞു. വളഞ്ഞാലിന് നല്ലതല്ലേ, അവിടെ കൊണ്ട് വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു 2 ഫോൾഡ് എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ കൊടുത്ത ഒരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആർക്കാന്നുള്ളത് പറഞ്ഞു. അപ്പം ഈ കുഞ്ഞ് 3 ഫോൾഡ് അപ്പയ്ക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് എന്നോട് പറഞ്ഞു അത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് 2 ഫോൾഡ് ആകുമ്പോൾ ഇച്ചിരി ബല എന്നാ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ജംഗ്ഷനിൽ പോകുമ്പോൾ ഒരെണ്ണം മേടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മറന്നും പോയത്. അപ്പം പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് നമ്മൾ കുട പിടിച്ച് നടക്കൂലോ. നടന്നേച്ച് വന്നു കഴിഞ്ഞാൽ എൻ്റെ മാർഗ്ഗം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറകോശത്തോടെ മിക്കവാറും കയറി വന്നതാ. അപ്പം ഈ നനവുള്ളത് കൊണ്ട് ആ പുറകോശത്തോടെ കയറണം, നടക്കല്ല് ഇവിടെ നനഞ്ഞു കിടക്കും. അപ്പം അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അവിടെ ഒരപ്പരയിൽ ഇഷ്ടിക തറയോട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ വിടുത്തി വെച്ച് ഉണക്കും. കുട ഉണക്കണതാ. പിന്നെ ഇവള് ചെയ്യുന്ന ഒരു മാർഗം ഞാൻ കണ്ടുപിടിച്ചു. ഇവക്കടെ കയ്യിൽ നിന്ന് ഇപ്പൊ ഞാനും അത് പഠിച്ചു. വളഞ്ഞ കാലം കൂടെയാ കൊണ്ടേ നടക്കണമെങ്കിൽ ഞാനും ആ മാർഗം ചെയ്യും. അതായത് ഞാനൊരു മാർഗം ചെയ്യണത് നല്ല രസമായിരുന്നാൾ. അപ്പൊ ഭയങ്കര ചിരിയായിരുന്ന ഇവള് കയറി വന്നേച്ച് ഇവിടെ ഫ്രണ്ടില് റെയിലേല് പുറത്തേക്കായിട്ട് അതിങ്ങനെ തൂക്കിട. അപ്പൊ വെള്ളം അതിക്കണ വാർന്നു പോകും. അപ്പൊ ഞാൻ ഇന്നാള് നോക്കി ഇത് നല്ല മാർഗമാണല്ലോ എനിക്ക് തോന്നി. ഞാൻ ഇന്നാളൊരു പണി ചെയ്ത് വഴിയിൽ നടക്കാൻ പോയപ്പോ എന്റെ വളഞ്ഞാലില്ലേ ചെറുതാ, നിന്റെ റെയിൻബോ ഒന്നും അല്ല കുടയൊന്നും അല്ല, എന്റെ വളഞ്ഞാലും കൊണ്ടുവച്ച് ഞാൻ അവിടെ ഗ്രില്ല് ഡോറില്ലേ, ഗ്രില്ല് ഡോറെ തൂക്കിയിട്ടോ. അപ്പൊ അറിയാം ഇതെന്നെ ഗ്രില്ല് ഡോറയിൽ തൂക്കിയിട്ടേക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു നനഞ്ഞിട്ടില്ല അധികം, ഒരുപാട് നനവുണ്ടെങ്കിൽ അതിലിട്ട് കഴിഞ്ഞാൽ അത് ശരിയാവില്ല, തുരുമ്പ് പോലെ വരും, കാര്യം പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിലും. അപ്പൊ ഞാൻ പറഞ്ഞു ഇവളിവിടെ സ്റ്റീൽ റെയിലേൽ ഇടണ കണ്ടോണ്ട് ഞാൻ അവിടെ നിന്ന് തൂക്കി നോക്കിയതാ, അതിലധികം നനവില്ലായിരുന്നു. അപ്പൊ എന്റെ പ്രധാന മാർഗം ഞാൻ അവിടെ വർക്ക് ഏരിയയിൽ വിടുത്തി വെക്കും, തറയോടായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പൊ അങ്ങനെ കുട ഉണക്കിയാ കയറ്റി പോനെന്ന് ഞാൻ പറഞ്ഞതാ. അല്ലാതെ വെള്ളത്തോട് ഒരിക്കലും സ്ലിപ്പ് ചെയ്യും. പിന്നെ എപ്പോഴും എന്നാന്നോ ഈ ടൈല് നല്ല ഭംഗിയാ കാണാൻ, നല്ല ഐവറി കളറൊക്കെ പഴയ വീടുകൾക്ക് പ്രകാശം കിട്ടും. ഭിത്തിയും ഐവറി ഇതായതുകൊണ്ട് പ്രകാശമൊക്കെ കിട്ടും. പക്ഷേ വാഷ് ബേസിൻ്റെ അവിടെയോ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങണ ബെഡ്റൂമിലേക്കല്ലേ, അവിടെ എല്ലാം ചവിട്ടികളുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു തുള്ളി വെള്ളം അറിയാതെ കിടന്നു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ സ്ലിപ്പ് ചെയ്താൽ വീഴ്ച ഉറപ്പാണ്. ഞങ്ങളുടെ റെസിഡൻസിൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു ചേട്ടൻ വീണിട്ട് ഫ്രാക്ചർ പറ്റി 1 മാസം ഇരുന്നു. ഓർക്കണില്ലേ ആങ്കിള്? അത് ഞാൻ എനിക്ക് മുടി ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമുണ്ട്. എൻ്റെ മുടി എത്ര തോർത്തിയാലും അത് എന്നാന്ന് എനിക്കറിയില്ല, എൻ്റെ മുടിയുടെ ഉള്ളൊന്നുമില്ല. ഇപ്പോഴും ഇങ്ങനെ ഇവക്കും ഉണ്ട് വെള്ളം. ഇവക്കടെ എൻ്റെ മുടിയുടെ ഉള്ളെല്ലാം പോയി എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ മുടി നിന്നാൾ അപ്പം എന്നോട് ഈ കുപ്പായം മുഴുവൻ നനഞ്ഞിരിക്കുവാണല്ലോ എന്നോട്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഈ തോർത്ത് ഇങ്ങനെ അങ്ങ് കെട്ടി ഇങ്ങനെ മുറുക്കി കെട്ടി വെക്കണം തലയിൽ. ചിലപ്പോൾ ഞാൻ മുകളിലേക്ക് കയറ്റി വെച്ച് മുറുക്കി കെട്ടി വെക്കും, ചിലപ്പോൾ പുറകിലേക്ക് മുറുക്കി കെട്ടി. അങ്ങനെ തന്നെ ഇവക്കടെ മുടിയൊന്നും വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കും. അപ്പം ഈ ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠൻ, ഞങ്ങളുടെ അസോസിയേഷനിലുള്ളൊരു ജ്യേഷ്ഠൻ വീണത് ചുമ്മാ ആ ചേച്ചി മുടിയെന്ന് ഏതാണ്ട് കുളിമുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ ഒരു തുള്ളി വെള്ളത്തിൽ സ്ലിപ്പ് ചെയ്തതാ. എന്നിട്ട് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു, നേരിയ ഫ്രാക്ചർ വന്നു. വീഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാട്ടോ. ഞാൻ എത്ര ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോ നിലത്ത് വെള്ളം ഉണ്ടോന്ന് നോക്കിയാണോ നമ്മൾ നടക്കണത്? ഇപ്പൊ വാഷ് ബേസിനിൽ മുഖം കഴുകണോ അല്ലെങ്കിൽ സിങ്കിന്റെ അവിടെ കഴുകണോ, ഇതൊക്കെ നോക്കിയാണോ? എത്ര മാറ്റിട്ടാലും ചില സമയത്ത് സംഭവിക്കും. അത് വളരെ കെയറിംഗ് ആയിട്ട് നടക്കണവരാ അവരൊക്കെ, എന്നെക്കാളും കെയറിംഗ് ആയിട്ട് നടക്കണവരാ. മാക്സിമം അത് സൂക്ഷിക്കുക. അപ്പൊ എന്ത് ചെയ്യാനാ വീഴ്ചയെന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട ആ കാര്യത്തെ പറ്റിയൊക്കെ. അപ്പം മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക എന്നേ പറയാനുള്ളൂ അല്ലേ. എല്ലാ സംഗതികളും നല്ലതാ, പക്ഷെ ഒരു തുള്ളി വെള്ളം കിടന്നാൽ വലിയൂല അല്ലേ. പിന്നെ നമ്മള് മഴ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ശക്തിയായിട്ട് മഴ വന്നു കഴിഞ്ഞാൽ അപ്പം ചെയ്യണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇങ്ങോട്ട് ഇറിച്ചിലടിക്കുന്ന ഭാഗത്ത് ജനലുകളെല്ലാം ചാരും. കുളത്തൊന്നും ഇട്ട് വെക്കൂല, ചാരി വെക്കും. ഊണുമുറിയിലാണെങ്കിൽ 2 സൈഡിലെ ഇറിച്ചിൽ കയറുന്ന നടുക്കത്തെ പാളി തുറന്നിടും, 2 സൈഡിലേയും അടച്ചു വെക്കും. പിന്നെ ഡ്രോയിങ് റൂമിന്റെ ഒരു പാളിയെങ്കിലും തുറന്നിടും, അല്ലെങ്കിൽ ഒരു വെട്ടം കയറണ്ടെന്ന് ഓർത്തു. മാക്സിമം എല്ലാം ചാരും, ബെഡ്റൂമുകളുടെ എല്ലാം ചാരും. പിന്നെ നമ്മൾ മഴ മാറിക്കഴിയുമ്പോൾ തുറന്നിടും, കാരണം തുറന്നില്ലെങ്കിൽ നമുക്ക് ഫ്രഷ് എയർ അകത്തേക്ക് കയറൂല, പിന്നെ വെളിച്ചവും കയറൂല. ഞാൻ ഈ വെന്റിലേഷനൊക്കെ അടുക്കളയിലെ വടക്ക് വശത്തേക്കുള്ള ജനലിൻ്റെ ഒരു പാളിയും തുറക്കണതിൻ്റെ പ്രധാന കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ വെളിച്ചവും പ്രകാശവും കയറണം അകത്തേക്ക്. എനിക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ പിന്നെ മാക്സിമം ഇങ്ങനെ കാറ്റ് വന്നു കഴിയുമ്പോഴാണ് ജനൽ കൂടുതലും അങ്ങനെ അടച്ചു വെക്കാറ് കേട്ടോ. അല്ലാത്തപ്പോൾ ജനൽ തുറന്ന് തന്നെ കിടക്കാറാ പതിവ് പകൽ സമയങ്ങളിൽ. രാത്രി സമയങ്ങളിൽ കിടക്കാറാകുമ്പോൾ എല്ലാം അടച്ചു കൊളുത്തുള്ളൂ, അത് പിന്നെ വേണമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങള് ഓരോ സംഗതികൾ ചെയ്യണേ. എത്ര ചെയ്താലും ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഈ ഇടി മഴയുള്ളപ്പോൾ ഇടി വെട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇൻവേർട്ടറിന്റെ സ്വിച്ച് ഓഫ് ചെയ്യും, നമ്മള് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പം ഇംപെക്സിന്റെ നമ്മുടെ മകള് മേടിച്ചുകൊണ്ട് വന്ന ടോർച്ച് കം. ഇതും പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, ബില്ലൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്. നല്ല ലൈറ്റാ അതിന്, രാത്രിയിൽ അടിച്ച് കാണിക്കാം. ഇപ്പൊ കാണിച്ചിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ഇത് നമ്മൾ കത്തിച്ച് വെച്ചേച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആളില്ലാത്ത സമയത്താണെങ്കിൽ ഇടി വന്നു കഴിഞ്ഞാൽ അപ്പം ഇൻവേർട്ടറും മെയിൻ സ്വിച്ചും ഓഫ് ചെയ്തോളണം. അപ്പം അത് അങ്ങനെയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മൾ ചെയ്യണു. പിന്നെ വരാനുള്ളത് എത്രയായാലും നമുക്ക് വന്നിരിക്കും. നമ്മൾ എത്ര, അത് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തോട് കൂടുതൽ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും ഇതും ചെയ്യുക. മാക്സിമം ചെറിയ ഇത് വന്നാലും ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ എപ്പോഴും അപേക്ഷിക്കുന്ന, കാറ്റ് വരുമ്പോൾ പെരയിലേക്കൊന്നും നാശങ്ങൾ വരുത്തല്ലേ എന്നാണ്. അതുപോലെ മറ്റുള്ള ആൾക്കാരുടെ വീടുകളിലേക്ക് നമ്മുടെ മരങ്ങളൊന്നും മറിഞ്ഞ് അപകടം വരുത്തല്ലെന്ന്. മറ്റുള്ളവരുടെ വീടുകളിലേക്ക് വരാൻ പാകത്തിനുള്ള മരങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള പ്രിക്കോഷൻ എടുക്കണുണ്ട്. പിന്നെ നമുക്കൊരു മരം വെട്ടാൻ അന്ന് കാറ്റ് വന്നപ്പോൾ KCBയുടെ അതിലേക്ക് പോസ്റ്റിൻ്റെ ലൈനിലേക്ക് ചാഞ്ഞതുകൊണ്ട് അവരോട് പറഞ്ഞ് മൺഡേ വരാമെന്ന് പറഞ്ഞപ്പോൾ മൺഡേ വെട്ടുകാർക്ക് എന്തോ അസൗകര്യമുണ്ട്. KCB പോയി പറഞ്ഞ് ബില്ലൊക്കെ അടച്ച് അതിൻ്റെ റേറ്റും അടച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച അവർ മരം മുറിക്കാൻ 8:30 ആകുമ്പോഴത്തേക്കും കൊമ്പുകൾ ആദ്യം ഇറക്കും, എന്നിട്ട് തടിയും മറിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മറിച്ചാൽ പിന്നെ പേടിക്കണ്ട, ലൈനിലേക്ക് വീഴുമില്ലെങ്കിലും കാറ്റെങ്ങനെയാ വന്നേന്ന് അറിയില്ലോ. ഇലച്ചാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കണം മാവ. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രിക്കോഷനാണ് നമ്മൾ ചെയ്യണത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ പറയണം, അപ്പൊ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടും, നമുക്കത് ഉപയോഗിക്കാം. അതെ, തീർച്ചയായിട്ടും. ഇത്രയൊക്കെയുള്ള മഴയെ പറ്റി നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ് അല്ലേ നമ്മുടെ മഴക്കാലത്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. എനിക്ക് എപ്പോഴും ഷെയർ ചെയ്യണത് വലിയ സന്തോഷമുള്ള ഒരാളാണ്. എന്നാലല്ലേ വിവരങ്ങൾ കൂടുതൽ കിട്ടുകയുള്ളൂ, ഞങ്ങൾക്കും അത് ചെയ്യാനൊരു പ്രചോദനം കിട്ടുകയുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുമൊക്കെ മെൻഷൻ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയതായിട്ട് പണിതേക്കണ വീടുകളും ചെറിയ ചെറിയ പ്രോപ്പർട്ടിയിലുള്ള വീടുകളിലും അധികം മരങ്ങളും ഇതൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ എപ്പോഴും സുരക്ഷിതരായിരിക്കും എല്ലാ കാര്യത്തിലും. നമുക്കൊക്കെ തലമുറകളായിട്ട് കൈമാറി തന്ന ഈ പറമ്പും വീടും ഇങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്ത് കൊണ്ടേ നടക്കണം. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഒരുപാട് അപാകതകൾ ഇതിലുണ്ടാവും എന്ന് വിചാരിച്ച് ഇവിടെ ഹസ്ബൻഡ് പറയും പോലെ മരങ്ങൾ മുഴുവനും മുറിച്ചു മാറ്റാൻ നമുക്ക് പറ്റൂല. അപ്പം പരിസരത്ത് അപകടമായിട്ട് നിൽക്കുന്നതിൻ്റെയൊക്കെ കൊമ്പുകളൊക്കെ മുറിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യുക. അത്രയൊക്കെ പറയാനുള്ളൂ. എത്ര നോക്കിയാലും ചിലത് നമ്മുടെ കുത്തനെ വരും. അത് എന്നാ ചെയ്യണേ ഇപ്പം അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യണ കാര്യങ്ങളും ഒക്കെ മെൻഷൻ ചെയ്യണം കേട്ടോ. ഇന്ന് ഓഗസ്റ്റ് 9 സൺഡേ ആണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിന ആശംസകൾ നേരുവാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പറഞ്ഞോട്ടെ, അത് ആദ്യം പറയേണ്ടതായിരുന്നല്ലോ, നമുക്ക് വെള്ളം കയറി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ക്യാമ്പുകളിൽ താമസിക്കുന്നതുമായിട്ടുള്ളവരുടെയൊക്കെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ജീവിക്കുന്നത്. അവർക്കുടെ വീട്ടിൽ വെള്ളം കയറി അവരുടെ മൃഗങ്ങൾ ഇതെല്ലാം ബുദ്ധിമുട്ടായിട്ടിരിക്കുമല്ലേ. പലരുടെയും TV-യിൽ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ അത് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും, വെള്ളം കയറിയേച്ച് ഇറങ്ങിക്കഴിഞ്ഞ് ക്ലീൻ ചെയ്യണവരുടെ വീട്ടിലേക്ക് വീണ്ടും തെക്ക് ഭാഗത്ത് കുമരകോ പുതുപ്പള്ളിയല്ല, കുമരകം, ചങ്ങനാശ്ശേരി, പിന്നെ ഏതാണ്ടൊക്കെ സ്ഥലങ്ങൾ, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പ്രളയക്കെടുതി കൊണ്ട്. അപ്പം എന്നാ ചെയ്യാൻ, എത്രയും പെട്ടെന്ന് വെള്ളം ഇറങ്ങിപ്പോയി അവരൊക്കെ സുരക്ഷിതരായിട്ട് സ്വന്തം വീട്ടിലേക്ക് വരട്ടെ അല്ലേ. പിന്നെ തൊടുപുഴ ഭാഗത്തൊക്കെ ഈ
മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വയനാട് അത് പറയാൻ പറഞ്ഞു. ആ കാസർഗോഡ് കണ്ണൂർ എങ്ങാണ്ടൊക്കെ പ്രശ്നങ്ങളുണ്ട്, പ്രളയം. എല്ലാവരുടെ ഇതൊക്കെ മാറി. പിന്നെ നനച്ചിരിക്കാതെ വൈക്കത്ത് ഉദയനാപുരത്ത് നമ്മൾ പോണ റൂട്ടാ, ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോ ഓർക്കണില്ലേ, ഉദയനാപുരം അവിടെ കുറെ ഏതാണ്ടൊക്കെ ഏതാണ്ടൊക്കെ ഒരു സ്ഥലം ഉണ്ടല്ലോടി, ഞാൻ മറന്നുപോയി, അവിടെയൊക്കെ ഒരു കോളേജ് ഉള്ളത്, മറന്നുപോയി സ്ഥലത്തിന് പേര്. ആ വൈക്ക ഏരിയ ആണ്, ചെമ്പൊക്കെ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ റോഡ് ഇടിഞ്ഞിട്ടുണ്ട്. നാള് TV-യിൽ കണ്ടായിരുന്നു ഞാനത്. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കട്ടെ. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കുമല്ലാതെ അതിനുവേണ്ടി ഒന്നും ചെയ്യാനില്ല. പെട്ടെന്ന് തന്നെ ജീവിതം പഴയ രീതിയിലേക്ക് വരാനായിട്ട്. പക്ഷെ ഞാൻ ഓർക്കും അവരെല്ലാം ഇട്ടേച്ച് ഇങ്ങനെ ക്യാമ്പിലൊക്കെ പോയേച്ച് പ്രളയത്തിനൊക്കെ വന്ന പോലെ തിരിച്ചു വന്നു കഴിയുമ്പോൾ അവരുടെ വീട്ടിലല്ലേ കാണുമ്പോഴുള്ള വിഷമം, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്കൊക്കെ ദൈവം ഇതുവരെ അങ്ങനെയുള്ള അപകടങ്ങളൊന്നും വരുത്താതെ കൊണ്ടുപോകണുണ്ടല്ലോ എന്ന് ഓർക്കാം അല്ലേ. അപ്പം ആർക്കും ഒന്നും വരാതെ എല്ലാവരും സുരക്ഷിതരായിട്ട് സ്വന്തം ഭവനത്തിലേക്ക് വന്ന് പഴയ രീതിയിൽ ജീവിതം തുടങ്ങാൻ അവസരം വരട്ടെ അല്ലേ. അതെ. അപ്പോൾ ഓക്കെ.